ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സർവാംഗ ഗതി രീതിയിൽ പരിചയപ്പെടാവുന്ന ഒരു യോഗാസനം കാണാം. സർവാംഗ ഗതി എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലേക്കും ഫോർവേഡ്, ബാക്ക്വേഡ് ആൻഡ് സൈഡ് വൈസ് രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടാവുന്ന ഒരു സർവാംഗ ഗതി മൂവ്മെൻറ്റ് പരിചയപ്പെടാം. നമുക്കറിയാം എല്ലാ സൈഡിലേക്കും ഉള്ള മൂവ്മെൻറ്റ്, അതായത് ലാറ്ററൽ സൈഡ്, അതായത് സൈഡ് വൈസ്, ഫോർവേഡ്, ബാക്ക്വേഡ് എന്ന രീതിയിൽ എല്ലാ സൈഡിലേക്കും നമുക്ക് നല്ല രീതിയിലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് അതൊരു പ്രതിവിധിയായിരിക്കും. അതായത് മസിൽ റിലേറ്റഡ്, സ്പൈൻ റിലേറ്റഡ് രീതിയിലുള്ള പല അസുഖങ്ങൾക്കും ഒരു പ്രതിവിധിയായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ്. നമുക്ക് നന്നായി ഫോർവേഡ് ഫ്ലെക്സിബിലിറ്റി കൈവരുന്നു. ഇതൊരു മിഡിൽ രീതിയിലുള്ള ഫോർവേഡ് ഫ്ലെക്സിബിലിറ്റിയെ നൽകുകയുള്ളൂ. പക്ഷേ ഈ സർവാംഗഗതി മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉള്ള, നമ്മൾ ഒരുപാട് യോഗാസനാസ് പഠിച്ചു, നന്നായിട്ട് ഫോർവേഡ് ബെൻഡിങ് കിട്ടുന്ന രീതിയിൽ അതിലേക്ക് നമ്മളെ ബോഡിയെ നയിക്കുന്ന ഒരു ബിഗിനർ ലെവൽ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മൂവ്മെൻറ്റാണിത്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ലോ ബാക്ക് ഏക്ക് ഉള്ളവർ, അതായത് സയാറ്റിക്ക പോലെ പെയിൻ ഉള്ളവർ, സിവിയർ പെയിൻ ഉള്ളവർ, അതായത് ലോ ബാക്ക് പെയിൻ ഉള്ളവർ എന്നിവർക്ക് ഇത് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിന് പകരം ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ആവുന്ന മറ്റ് യോഗാസനം സെലക്ട് ചെയ്ത് ആ ഒരു പെയിനിന് ഒരു പെട്ടെന്ന് ഒരു മാറ്റം വന്നതിന് ശേഷം തീർച്ചയായും നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് കടക്കാവുന്നതാണ്. നമ്മുടെ വയറിലെ മസിൽസ്, അതുപോലെ വയറിലുള്ള അവയവങ്ങൾ, നെക്ക് റീജിയൻ, നമ്മൾ ബാക്ക്വേർഡ് ബെൻഡിങ് നന്നായി ചെയ്യുന്നത് കാരണം നെക്ക് നന്നായി സ്ട്രെച്ച് ആവുന്നത് കാരണം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സാധാരണഗതിയിലുള്ള പ്രവർത്തനം, ഇവയെല്ലാം സഹായിക്കുന്ന ഒരു മൂവ്മെൻറ്റാണിത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. സർവാംഗ ഗതി മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കാലുകൾ നന്നായി ഇതുപോലെ അകത്തി വയ്ക്കാം. അതിനുശേഷം കൈകൾ നന്നായി കോർത്ത് പിടിക്കാം. ഉള്ളം കൈ നമ്മുടെ ശരീരത്തിനോട് ഫേസ് ചെയ്യുന്ന രീതിയിൽ കോർത്ത് പിടിക്കാം. അതിനുശേഷം കാൽമുട്ടുകൾ മടക്കാതെ നന്നായി കുനിയാം. നന്നായി കാൽമുട്ടുകൾ മടക്കാതെ എത്ര കുനിയാമോ അത്ര കുനിയാം. ഹെഡിനെ ഫ്രീ ആയി ഡൗൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റൈറ്റിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റിലേക്ക് നന്നായി രണ്ട് കൈകളും ഒരുമിച്ച് നന്നായി കൊണ്ടുപോവാം. അതിനുശേഷം പതുക്കെ ഉയർന്നു വരാം. നന്നായി പുറകിലേക്ക് ബെൻഡാവുന്ന രീതിയിൽ നെക്കിനെ നന്നായി, അതിനുശേഷം ലെഫ്റ്റിലേക്ക്, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക് വരാം. ഹെഡ് നന്നായി റിലാക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെഫ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് കൈകളും ഒരുമിച്ച് ലെഫ്റ്റിലേക്ക്, നന്നായി സൈഡിലേക്ക്, നന്നായി പുറകിലേക്ക് നെക്ക് സ്ട്രെച്ച് ആവുന്ന. Then to your right. നന്നായി കുനിഞ്ഞുകൊണ്ട് കാൽമുട്ടുകൾ മടക്കാതെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരാം. ഹെഡിനെ ഫ്രീ ആയി വയ്ക്കാം. നെക്ക് റിലാക്സ് ചെയ്തിരിക്കട്ടെ. ഓക്കെ, സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം. And relax your hands. നമുക്ക് റൈറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തുടങ്ങാം. അതിനുശേഷം ലെഫ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തുടങ്ങാം. അത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. ആ രീതിയിൽ നമുക്ക് 5 മുതൽ 10 വരെ തവണ ഒരു ദിവസത്തിൽ സർവാംഗഗതി മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.